ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞങ്ങളുടെ പേർഷ്യൻ മലയാളിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് മൂവി റിവ്യൂ ചെയ്യാൻ വന്നേക്കുക. ഞങ്ങൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണാൻ വന്നേക്കുക. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണാൻ വന്നേക്കുവാണ്. ഇവിടെ സിനെപോളിസിൽ ഷാർജയിൽ വന്നേക്കുവാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. പക്ഷേ നൈറ്റ് ഷോയ്ക്കാണ് വന്നേക്കുന്നത്. ബിക്കോസ് ഓഫീസ് കഴിഞ്ഞിട്ടല്ല വരാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് കണ്ടിട്ട് ഞങ്ങൾ അതിൻ്റെ റിവ്യൂ പറയാം. ഞങ്ങളുടെ ഫസ്റ്റ് റിവ്യൂ വ്ളോഗാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കണ്ടിട്ട് ഇറങ്ങി. പ്രവീൺ നാരായണനാണ് ഡയറക്ടർ. കുഴപ്പമില്ല സിനിമ, നമുക്ക് വൺ ടൈം വാച്ചബിളാണ്, വന്ന് കാണാം, കുഴപ്പമില്ല. സുരേഷ് ഗോപിയും ഒരുപാട് നാളിന് ശേഷമാണല്ലോ കാണുന്നത്. അപ്പം കുഴപ്പമില്ലാത്ത സിനിമയാണ്. ഒരു തവണ നമുക്ക് വന്ന് കാണാം. ഒരു മെസ്സേജ് ഉണ്ട് അതിൽ. നമ്മുടെ ഒരു സോഷ്യൽ മൂവിയാണ്, സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചുള്ളൊരു മൂവിയാണ്. സോ ഒന്ന് കാണാം. ഹലോ, അപ്പോൾ ഇന്ന് നമ്മളൊരു മൂവി കണ്ടിട്ട് ഇറങ്ങിയാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അങ്ങനെയല്ല, ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന മൂവി കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് മൂവി റിവ്യൂ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ വിചാരിച്ചത്ര ഒരു ഔട്ട് ഓഫ് 5 എനിക്കൊരു 3 ഒക്കെ കൊടുക്കാൻ പറ്റും ഒരു റേറ്റിങ്. പിന്നെ എല്ലാവരും മൂവി നല്ല എന്താ പറയുക, അതിൻ്റേതായ എഫേർട്ടിലാണ് മൂവി എടുക്കുന്നത് ഓരോരുത്തരും. അപ്പം ഇത് ഒരു വൺ ടൈം വാച്ചബിളാണെന്ന് പറയാം. അല്ലാതെ ഭയങ്കര വലിയ സംഭവം എന്ന് എനിക്ക് അത്ര തോന്നിയില്ല. പക്ഷെ വൺ ടൈം വാച്ചബിളാണ്, കുഴപ്പമില്ല. ഇടയ്ക്ക് എവിടെയൊക്കെ ലാഗ് വരുന്നുണ്ടെങ്കിലും പിന്നെ കുഴപ്പമില്ല. ലീഡ് ആക്ട്രസ് അനുപമ കുഴപ്പമില്ല, നന്നായി ഇമോഷണലി കുറച്ച് നന്നായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓവറോൾ ഒരു ഔട്ട് ഓഫ് 5 3. ഞാൻ പറഞ്ഞ പോലെ 3 ആണ് എനിക്ക് റിവ്യൂ ആയിട്ട് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നത് ഈ മൂവിക്ക്. ഒരു തവണ പോയി എല്ലാവരുടെയും കൂടെ പോയിരുന്ന് കാണാവുന്ന സിനിമയാണ്. അല്ലാതെ അതിൽ വലിയ അങ്ങനത്തെ കാണാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. ഒരുമാതിരി ഡീസൻറ്റ് സിനിമ എന്നാണ് എൻ്റെ ഒരു റിവ്യൂവ്. എന്താ ഫ്രണ്ട് പറയുന്നത്? അതിൽ വലിയൊരു സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൽ ഇടയ്ക്ക് 1-2 പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഒരു 2 പാട്ട്, ആദ്യത്തെ 2 പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു അഭിനയം, ബിക്കോസ് ഇതുവരെ അനുപമ ചെയ്ത ക്യാരക്ടേഴ്സ് ഒരു ഡിഫറെന്റ്, മലയാളത്തിലായാലും തെലുങ്കിലായാലും തമിഴിലായാലും അനുപമ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. സോ ഒരു ആക്ടിങ് വൈസ് ഷീ ഡിഡ് വെൽ. പുള്ളിക്കാരി നല്ലതായിട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഗുഡ്. അപ്പോൾ ഓവറോൾ ഒരു സിനിമ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പിന്നെ നമുക്ക് തീരെ അതിനെ ഒരു മോശമാക്കിയില്ല, എന്നാലും നമുക്ക് കണ്ടോണ്ടിരിക്കാം. അത്രേ ഉള്ളൂ അതിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ കോടതി സീനും അതൊക്കെയാണല്ലോ, അത് നമുക്ക് ചിലപ്പോൾ ഒരു പരിധി വരെ ചിലർക്ക് അത് ദഹിക്കത്തില്ല. ചിലർക്ക് കോടതിയും കേസും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അതിലൊരു ടോപ്പിക് സംഭാഷണമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം ആൾക്കാർക്ക് ദഹിക്കണമെന്നുള്ളത് അത് ഓരോരുത്തരുടെയും യുക്തിയുടെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നോക്കണമെങ്കിൽ ഞാൻ ഓക്കെ. ഇടയ്ക്ക് ലാലേട്ടൻ്റെ ഒരു പടം നേരം എന്ന് പറഞ്ഞൊരു പടം വന്നായിരുന്നു. അത് ഇതുപോലെ കോടതിയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുപോലെ ഒരു മൂവി, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ഔട്ട് ഓഫ് 5 I will give 3. That's it. അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ സിനിമ റിവ്യൂ കേട്ടോ. ഞങ്ങൾ സിനിമ റിവ്യൂവിനായിട്ടൊന്നും അങ്ങനെ ഇറങ്ങിയല്ല, എന്നാലും ഞങ്ങളൊരു മൂവി റിവ്യൂവർ ഒന്നും അല്ല. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു മൂവി ഇപ്പൊ ഈ ഒരു ഞങ്ങൾ ചാനൽ തുടങ്ങിയതിനു ശേഷം ഒരു മൂവി കണ്ടു. അപ്പൊ അതിനെ കുറിച്ച് നമ്മുടെ ഒരു അഭിപ്രായം ഇടാന്നുള്ള ഒരു ഇതിലങ്ങ് പറയുന്നു, അത്രേ ഉള്ളൂ. അത് ഇപ്പൊ അതിൽ ചിലപ്പോ നമ്മുടെ വ്യൂ ആണ് നമ്മൾ പറയുന്നത്. അപ്പം പേർഷ്യൻ മലയാളി തീർച്ചയായും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു വ്ളോഗിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ബിക്കോസ് രാത്രി 3 മണിയായി ഇപ്പൊ, അതുകൊണ്ട് എല്ലാവരും ഗുഡ് മോർണിംഗ്. സീ യു, ബൈ ബൈ.